ചൂരൽമല ദുരന്ത ബാധിതർക്ക് 100 വീടുകൾ വെച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടും മറുപടിയില്ല. പിണറായി വിജയന് കത്തയച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. കർണാടക സർക്കാരിന്റെ വാഗ്ദാനത്തിൽ കേരള സർക്കാരിൽ നിന്ന് ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. ഇപ്പോഴും വാഗ്ദാനം പൂർത്തിയാക്കാൻ കർണാടക സർക്കാർ തയ്യാറാണെന്നും കത്തിൽ സിദ്ധരാമയ്യ വ്യക്തമാക്കി. കോൺഗ്രസ് പൊട്ടിത്തെറിയുടെ വക്കിൽ. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെ കോൺഗ്രസിൽ പരസ്യപ്പോര് കടുക്കുന്നു. യുവ നേതാക്കൾ മുതൽ മുതിർന്ന നേതാക്കൾ വരെ അതൃപ്തി പരസ്യമാക്കി രംഗത്ത്. പ്രചരണ രംഗത്ത് മറ്റെല്ലാവർക്കും ചുമതല കൊടുത്തെന്നും തനിക്ക് ചുമതല നൽകാതെ അവഗണിച്ചെന്നുമാണ് ചാണ്ടി ഉമ്മന്റെ പരാതി. പാർട്ടിയിൽ മൊത്തം അസ്വസ്ഥതകളാണെന്ന് കെ മുരളീധരനും പാർട്ടി നേതൃത്വം എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകണമെന്ന് ചെന്നിത്തലയും പ്രതികരിച്ചു. എന്നാൽ ചാണ്ടി ഉമ്മൻ ജ്യേഷ്ഠ സഹോദരനെന്നും മുന്നണിയിൽ ഭിന്നത ഇല്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം നാളെ തുടങ്ങും. വാദം പൂർത്തിയാക്കാൻ 2 ആഴ്ച സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. അന്തിമവാദം പൂർത്തിയായാൽ കേസ് വിധി പറയാൻ മാറ്റും. നടപടിക്രമങ്ങൾ 1 മാസം കൊണ്ട് പൂർത്തിയായേക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ പുരോഗമിക്കുന്നത്. രാഷ്ട്രപതിക്ക് കത്തയച്ച് ആക്രമിക്കപ്പെട്ട നടി. മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചതിൽ നടപടി വേണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി കത്തയച്ചത്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്നും അത് പലതവണ തുറന്നു പരിശോധിച്ചെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നടിയുടെ ഈ നീക്കം. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും കത്തിൽ അതിജീവിത ചൂണ്ടിക്കാട്ടി. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് മമതാ ബാനർജിയെ പിന്തുണച്ച് RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ്. കോൺഗ്രസിന്റെ എതിർപ്പ് കാര്യമാക്കേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ സമാജ്വാദി പാർട്ടി മമതയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ നിലവിലെ നേതൃത്വത്തിൽ അതൃപ്തി അറിയിച്ച് മുന്നണിയെ നയിക്കാൻ താൻ തയ്യാറാണെന്ന് മമത നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് സഖ്യത്തിന്റെ നേതൃമാറ്റം സംബന്ധിച്ച ചർച്ചകൾ സജീവമാകുന്നത്. രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി ഇന്ത്യ സഖ്യം. ധൻഖർ ഏകപക്ഷീയമായാണ് പെരുമാറുന്നതെന്ന് ആരോപിച്ചാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. രാജ്യസഭാ സെക്രട്ടറി ജനറലിനാണ് നോട്ടീസ് നൽകിയത്. ചരിത്രത്തിൽ ആദ്യമായാണ് രാജ്യസഭാ ചെയർമാനെതിരെ പ്രതിപക്ഷം അവിശ്വാസ നീക്കം നടത്തുന്നത്. ഇന്ത്യ മുന്നണിയിലെ എല്ലാ പ്രമുഖ പാർട്ടികളും നോട്ടീസിനെ പിന്തുണച്ച് ഒപ്പിട്ടു. മുല്ലപ്പെരിയാർ ഡാം അറ്റകുറ്റപ്പണിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. നിയമസഭയിൽ വെച്ചായിരുന്നു സ്റ്റാലിന്റെ പ്രസ്താവന. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണി നടത്തണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം കേരളം നേരത്തെ തള്ളിയിരുന്നു. സുരക്ഷാ പരിശോധന നടത്തിയിട്ട് മതി അറ്റകുറ്റപ്പണിയെന്നാണ് കേരളത്തിന്റെ നിലപാട്. തിരുവനന്തപുരം മംഗലപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന തങ്കമണി എന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. പോക്സോ കേസിൽ ഉൾപ്പെടെ പ്രതിയായ പോത്തൻകോട് സ്വദേശി തൗഫീഖാണ് പിടിയിലായത്. മോഷ്ടിച്ച കമ്മൽ തിരുവനന്തപുരം നഗരത്തിൽ വിറ്റതിനു ശേഷം തിരികെ വരുമ്പോഴാണ് പ്രതി പിടിയിലായത്. വഞ്ചിയൂരിൽ പൊതുവഴിയിൽ CPM ഏരിയ സമ്മേളനം നടത്തിയതിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സംഭവത്തിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നറിയിപ്പ്. ഹൈക്കോടതിയുടെ തന്നെ മുൻ ഉത്തരവുകളുടെ ലംഘനമാണ് റോഡ് തടഞ്ഞുള്ള പരിപാടിയെന്ന് നിരീക്ഷിച്ചാണ് വിമർശനം. സംഭവത്തിൽ സംസ്ഥാന സർക്കാരും പോലീസ് മേധാവിയും വിശദീകരണം നൽകാനും സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട് നേരിട്ട് ഹാജരാകാനും കോടതി ആവശ്യപ്പെട്ടു. 2 റൗണ്ടുകൾ മാത്രം ശേഷിക്കെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. 12 റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറനും എതിരാളിയായ ഇന്ത്യയുടെ ഡി ഗുഗേഷിനും 6 പോയിന്റ് വീതമാണുള്ളത്. ഇനിയുള്ള 2 മത്സരങ്ങളിൽ നിന്ന് 1.5 പോയിന്റ് നേടിയാൽ മാത്രമേ ഒരാൾക്ക് കിരീടം നേടാനാകൂ. ഇന്നലെ നടന്ന 12ാം മത്സരത്തിൽ ജയിച്ചതോടെയാണ് ലിറൻ ഗുഗേഷിനൊപ്പം എത്തിയത്. ഇന്ന് വിശ്രമ ദിനമാണ്. 13ാം മത്സരം നാളെ നടക്കും. വെള്ളക്കരുക്കളുമായി കളിക്കുന്നതിന്റെ മുൻതൂക്കം ഗുഗേഷിനുണ്ട്.